നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോക്ക് സ്വാഗതം. കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്, ഒരു 8 ദിവസമൊക്കെ ആയിട്ടുള്ളൂ. കുറച്ച് വെബ് സീരീസും സിനിമകളൊക്കെ കണ്ടു. അതിൻ്റെ ഒന്നും റിവ്യൂ ചെയ്യാൻ പറ്റിയില്ല, ക്ഷമിക്കണം. ഒന്ന് മെയ്യഴകൻ, നല്ല പടമാണ്. ഇപ്പോൾ റിവ്യൂ ചെയ്യണില്ല ഞാൻ ഇപ്പോൾ പറയാണ്, കണ്ട പടങ്ങളാണ് പറയണത്. മെയ്യഴകൻ കണ്ടു, നല്ല പടമാണ്. പിന്നെ അതേപോലെ തന്നെ വെബ് സീരീസ് 2 കണ്ടു. ഒരെണ്ണം 1000 ബേബീസും പിന്നെ ഒരെണ്ണം ജയ് മഹേന്ദ്ര. രണ്ടും നന്നായിട്ടുണ്ട്. 1000 ബേബീസിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഭയങ്കര ചർച്ചയായിട്ടുള്ള ഒരു വെബ് സീരീസാണ്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇന്ന് പറയാൻ പോണ സിനിമയുടെ റിവ്യൂക്ക് കിടക്കാം. ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു തമിഴ് സിനിമയാണ്. നമ്മുടെ ജീവ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. തിയേറ്റർ റിലീസിന് ശേഷം OTT പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ കണ്ടിട്ട് കുറച്ച് ദിവസമായി. ഞാൻ വീഡിയോ ചെയ്യാനായിട്ട്, ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമകളൊക്കെ കണ്ട് ഒറ്റയടിക്ക് ഇരുന്ന് കണ്ടിട്ട് റിവ്യൂ ചെയ്യാനായിട്ട് മറന്നുപോയി. പിന്നെ റിവ്യൂ ചെയ്യേണ്ട സമയം കടന്നുപോയി. അപ്പോൾ ബ്ലാക്ക് സിനിമയുടെ റിവ്യൂ ആണ് പറയുന്നത്. ഈ സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ സിനിമ ഒരു ഹോളിവുഡ് സിനിമയുടെ റിമേക്കാണ്. കോഹിയറൻസ് അങ്ങനെ എന്തോ ആണ് ആ സിനിമയുടെ പേര്. ആ സിനിമയുടെ റിമേക്കാണ്. സത്യം പറഞ്ഞാൽ ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ആ സിനിമയെ ഈ സിനിമയെ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഈ സിനിമ ഞാനൊരു ഫസ്റ്റ് ആദ്യമായിട്ട് കാണുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിലാണ് റിവ്യൂ ചെയ്യണത്. ഇതൊരു ടൈം ലൂപ്പാണ്, സൈഫൈ സിനിമയാണ്. സൈഫൈ എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോണറാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ജോണറാണ്. കാരണം ഈ സിനിമ കൂടുതലും എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം, ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, പറ്റണമെങ്കിൽ കയറി കാണാം. ആ ഷോർട്ട് ഫിലിം ഏകദേശം ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ടൈം ലൂപ്പാണ്, സയൻസ് ഫിക്ഷനാണ്, തിയറിയാണ്. ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഇതിൽ സംസാരിച്ച് പോകുന്നുണ്ട്, കുറേ തിയറീസ് ഇതിൽ സംസാരിച്ച് പോകുന്നുണ്ട്. ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള കുറേ സൈഫൈ സിനിമകളുണ്ട്. അതിലൊക്കെ പെടുന്ന ഒരു സിനിമയാണ് ഇതെന്ന് പറയുന്നത്. ടൈം ലൂപ്പൊക്കെ കയറ്റി, പിന്നെ അതേപോലെ നമ്മുടെ വാമോള്, അങ്ങനെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, ടൈം ലൈൻ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കോംപ്ലിക്കേഷനിൽ സംസാരിച്ച് പോണ ഒരു സിനിമയാണ് ഇതെന്ന് പറയുന്നത്. ബട്ട് ഇത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഭയങ്കര നോർമലായിട്ടാണ് ഈ സിനിമ ചെയ്ത് വെച്ചിരുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഭയങ്കര കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ അതിലും കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഭയങ്കര രസമായിട്ട് നമ്മൾ ഒളിഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഇഷ്ടപ്പെട്ട ജോണറാണ്, മസ്റ്റ് വാച്ചാണ് എനിക്ക് ഇതെന്ന് പറഞ്ഞത്. ഇൻസ്പയറിങ് ആയി. അത് സൈഫൈ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഈ സിനിമ കാണാനായിട്ട് ഞാൻ പറയുള്ളൂ. അല്ലാത്തൊരു സിനിമ നിങ്ങൾ എന്തായാലും കണ്ടോ, നിങ്ങളുടെ കിളി പറത്തും ഈ സിനിമ. 100% ഗ്യാരണ്ടി തരാം. കാരണം ഈ പടത്തിൻ്റെ BGM വേറെ ലെവലാണ്. അതേപോലെ സീനുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സ്ക്രിപ്റ്റിലാണ് എല്ലാം ഇരിക്കുന്നത്. അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി ഓക്കെയാണ്, പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. കളർ ഗ്രേഡിംഗ് ഒക്കെ കുറച്ചും കൂടി ബെറ്റർ ആക്കായിരുന്നു എന്ന് തോന്നി. പിന്നെ അതേപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഇവരുടെ ലൊക്കേഷൻസ് കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യാമെന്ന് എനിക്ക് തോന്നി. ബഡ്ജറ്റൊക്കെ എടുത്തിട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്, പക്ഷേ ഇതിനും നന്നായിട്ട് ഇത് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് ലൊക്കേഷൻസൊക്കെ അടിപൊളിയായിട്ട് ഇതിൽ സിനിമയാക്കുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ചെറിയ ഒരു എവിടേക്കോ എന്താ പറയുക, ഒരു ക്വാളിറ്റി മിസ് ചെയ്തു എനിക്ക് ഈ സിനിമയിൽ. അത് മാത്രമാണ് എനിക്കൊരു നെഗറ്റീവായിട്ട് പറയുന്നത്. ബാക്കി എല്ലാ സൈഡും കൊണ്ട് അടിപൊളിയാണ്. പിന്നെ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ആളുടെ വിഷൻ അങ്ങനെ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാട്ടെ ചിലപ്പോൾ ആളത് ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും എല്ലാവരും കാണണം. കാണാനേ ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് എന്തായാലും കിളി പാറുന്ന ഒരു സിനിമയായിരിക്കും ഇത്. എനിക്ക് കൂടുതലൊന്നും ഇതിനെ കുറിച്ച് പറയാനായിട്ട് ഇങ്ങോട്ട് വാക്കുകൾ കിട്ടുന്നില്ല. കാരണം ഞാൻ ഇപ്പോഴും ഈ പടത്തിൻ്റെ ഹാങ് ഓവറിലാണ്. എനിക്ക് എന്താ പറയുക, എനിക്ക് എന്തൊക്കെയോ ഈ പടം കണ്ടിട്ട് എന്തൊക്കെയൊരു എന്താ പറയുക, ഭയങ്കരമായിട്ട് മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു സിനിമയാണ് എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇങ്ങനെയുള്ള ജോണറുകളാണ് ഇഷ്ടം. അപ്പം അങ്ങനെയുള്ള ജോണറുകൾ എനിക്ക് ഒരു തരം പ്രാന്താണ്. അപ്പം എന്തായാലും എല്ലാവരും കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും എല്ലാവർക്കും രേഖപ്പെടുത്താം. ബൈ.